മാത്തിന് സ്റ്റാർട്ടപ്പും ബേസ് എല്ലാം ഇയാളാണ് പഠിപ്പിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു കൊച്ചുമിടുക്കനാണ്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് കാണുക. എൻ്റെ കൂടെയുള്ളത് മാധവ് XNYയുടെ 6th സ്റ്റാൻഡേർഡ് ഫൗണ്ടേഷൻ സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ 6th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടല്ല നമ്മൾ മാധവനെ അസസ് ചെയ്യേണ്ടത്. ഇപ്പോൾ കുസാറ്റ് നടത്തിയ ജൂനിയർ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ് മാധവ് ഇവിടെ എത്തിയപ്പോൾ മാധവ് എന്നോട് സംസാരിക്കുന്ന ട്രിഗണോമെട്രിയെ കുറിച്ചും അതേപോലെ തന്നെ ഡിഫറൻഷിയേഷനും ഇന്റഗ്രേഷനും ഒക്കെയാണ്. ഞാൻ ശരിക്കും ഷോക്ക്ഡ് ആയി പോയി മാധവ്, അല്ലേ? എന്ന് പറഞ്ഞെടുത്ത് എന്താണ് d/dx ഓഫ് sin x? നെഗറ്റീവ് cos x. d/dx ഓഫ് sin x നെഗറ്റീവ് ഉണ്ടോ? No, I thought it was integration. ഇന്റഗ്രേഷൻ എന്ന് വിചാരിച്ചു പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ d/dx ഓഫ് sin x cos x ആണ്. Cos x. ഇന്റഗ്രൽ ഓഫ് cos x എന്താണ്? ഇന്റഗ്രൽ ഓഫ് sin x എന്താണ്? ഇന്റഗ്രൽ ഓഫ് sin x ആണ് നെഗറ്റീവ് cos x. നെഗറ്റീവ് cos x. ഇത് 6ാം ക്ലാസ്സുകാരന്റെ വായിന്നൊക്കെ വരുന്ന വർത്തമാനാണ്. പിന്നെ ഞാൻ ചോദിച്ചു മാധവനോട് ട്രിഗ്നോമെട്രി അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞാൽ ട്രിഗ്നോമെട്രി അറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു ട്രിഗ്നോമെട്രി എന്താണ്, സൈൻ എക്സ് എന്താണെന്ന് ഞാൻ മാധവനോട് ചോദിച്ചു. അപ്പൊ മാധവ് പറഞ്ഞ ആൻസർ സാധാരണ നമ്മൾ ട്രിഗ്നോമെട്രി അറിയാമെങ്കിലും എന്താണ് റൈറ്റ് ആംഗിളിൽ ട്രയാംഗിളിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പറ്റനസ്. പക്ഷെ മാധവ് പറഞ്ഞത് അതല്ല. എന്താ പറഞ്ഞത്? എന്താണ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ? ഒരു യൂണിറ്റ് സർക്കിൾ എടുക്കുക, അതിലത്തെ ഒരു ആംഗിൾ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ ആംഗിൾ എക്സ്, അത് 45 ഡിഗ്രീസ് ആണെന്ന് വിചാരിക്കുക. ആ പോയിന്റ് ടച്ച് ചെയ്യുന്ന സർക്കംഫറൻസിത്തെ ഹൈറ്റ് 0 ഫ്രം 0 ആയിരിക്കും sin x. ഓക്കെ, ഹൈറ്റ് ആയിരിക്കും sin x. അതായത് അതിനെന്താ y കോർഡിനേറ്റ് അല്ലേ? y കോർഡിനേറ്റ്. അപ്പൊ എന്താണ് cos x? cos x എന്ന് വെച്ചാൽ x കോർഡിനേറ്റ്. അപ്പൊ അതായത് നമ്മൾ +1 യൂണിറ്റ് സർക്കിൾ ഒക്കെ വരച്ചിട്ട് നമ്മൾ ട്രിഗണോമെട്രി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അത് മാധവ് ഇപ്പോഴേ എന്നോട് 6ാം ക്ലാസ് എന്ന് പറയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഷോക്ക്ഡ് ആണ്. ഞാൻ പറഞ്ഞു മാധവനോട് നീ 6th ഫൗണ്ടേഷൻ ഒക്കെ നിർത്തിക്കോ, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് JEE പ്രോഗ്രാമിലോട്ട് തുടങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒളിമ്പ്യാഡിന് വേണ്ടിയിട്ടുള്ള അല്ലെ ഒളിമ്പ്യാഡ് കോച്ചിങ് തുടങ്ങണം. എങ്ങനെയാണ് മാത്സ് പഠിക്കുന്നത്? മാത്സ് പഠിക്കുന്ന ഒന്നില്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ അമ്മ. അപ്പൊ അമ്മയോടും ചോദിക്കാം. അമ്മ പഠിപ്പിക്കാറേ ഇല്ല. പക്ഷെ ഞാൻ എല്ലാ മെറ്റീരിയൽസ് ഇപ്പോ ഏത് എക്സാമാണ്, ഇപ്പൊ NSTS UAM എല്ലാ ഒളിമ്പ്യാഡ്സിന്റെയും സ്റ്റഡി മെറ്റീരിയൽസ് ഇപ്പോ ഹോമി ജെബാവയുടെ ആണെങ്കിലും മറ്റേ സീനിയേഴ്സ് JMO തന്നെ കുസാറ്റ് അല്ലാതെ നേരെ അവർ തന്നെ നടത്തുന്നത്, അതിന്റെ എല്ലാം സ്റ്റഡി മെറ്റീരിയൽസ് ബൈ പോസ്റ്റോ ബൈ നെറ്റ് വഴിയോ അല്ലെങ്കിൽ എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് കൊടുക്കും. പഠിപ്പിക്കാൻ ഒട്ടും സമയമില്ല, കാരണം ഞാൻ ലേറ്റ് ആയിട്ട് ഗായത്രി മാം ആണ്. സെൻട്രൽ PWD ഇപ്പൊ കല്ലായി ആണ്. ഇപ്പൊ തന്നെ ഈ 30th ട്രാൻസ്ഫർ ഓർഡർ വരും. ഈ പ്രാവശ്യം ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പൊ പഠിക്കൂന്ന് പറയാറുണ്ട്, പഠിപ്പിക്കാനുള്ള ടൈം കിട്ടാറില്ല. പക്ഷെ ഞാൻ ഇത് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു സംശയം എന്താന്ന് വെച്ചാല്, ഇവനിത് നമ്മള് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ തല്ലിപ്പഴിപ്പിക്കുകയാണോ എന്നുള്ള സംശയം ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നാലോ. അങ്ങനെയാണോ? ലൈക്ക് ഞാനത് വളരെ ജെന്യൂൻ ആയിട്ട് ഒരാൾക്ക് തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, അതുകൊണ്ട് ഞാൻ അത് ചോദിക്കുന്നത്. അത് രണ്ട് കുട്ടികളാണെങ്കിലും ഇന്നേ വരെ പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പഠിക്കുകയാണെങ്കിൽ പഠിക്കും. അല്ലാതെ ഇന്നത് ചെറുപ്പകാലത്ത് ഇങ്ങനെ 2+3 അങ്ങനെ എഴുതിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ ആ ടേബിൾ ഉണ്ടല്ലോ, അത് അല്ലാതെ അതിനുശേഷം എല്ലാം സ്വന്തം ഇൻട്രസ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ ഞാൻ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ടാലന്റ് എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ആ ടാലന്റ് അതേപോലെ തന്നെ നിലനിൽക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. അതാണ് നമ്മുടെ ആഗ്രഹം. കാരണം നമ്മൾ അതില് മാത്രം, കാരണം നമ്മുടെ രണ്ടുപേരുടെയും മെറ്റീരിയൽസ് കൊടുക്കാന്നല്ലാതെ ഇരുന്ന് ഇതുവരെ പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നിപ്പോ എന്നോട് ഒന്ന് ചോദിച്ചിരുന്നു റേഷ്യോയുടെ ഒരു പ്രോബ്ലം, അത് ക്ലിയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ വല്ലപ്പോഴും 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത്രേ ഉള്ളൂ. ചെറുപ്പം മുതലേ മാത്സ് ആണ് ഇഷ്ടം. സ്കൂളിലെ മാത്സ് ഒക്കെ ബോറടിക്കുന്നുണ്ടോ? എന്താണ് സ്കൂളിൽ പോയി ചെയ്യാറ്? അത് കുഴപ്പമൊന്നുമില്ല. എന്താണ് സ്കൂളിൽ പോയി ചെയ്യാറ്? സ്കൂളിൽ പോയിട്ടോ മാത്സ് പീരിയഡില് കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ ബോർഡ് ചെയ്യും, കുറച്ച് നോട്ട്സും തരും. ക്വസ്റ്റ്യൻസ് എന്താ ഞാൻ വേഗം തീർക്കാൻ പറ്റും, നോട്ട്സ് ആണെങ്കിൽ എഴുതണം. പിന്നെ എന്തായാലും അത്ര പെട്ടെന്ന് തീരൂല അല്ലെ? അത്ര പെട്ടെന്ന് തീരില്ല, എന്തായാലും എഴുതി തീർക്കണല്ലോ. അപ്പൊ ഈ എക്സാം ഇപ്പൊ സ്കൂളിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടുമ്പോ മാധവ് എന്താ ചെയ്യാറ്? അതായത് പെട്ടെന്ന് കിട്ടില്ല പല ഉത്തരങ്ങളും. പെട്ടെന്ന് കിട്ടും. മാത്സിന്റെ അല്ലേ കിട്ടും, സയൻസും കിട്ടും. ഓക്കെ, അല്ല അപ്പൊ പെട്ടെന്ന് കിട്ടി സ്റ്റെപ്പ് ഒക്കെ വെച്ച് എഴുതാറുണ്ടോ, അതോ ടീച്ചർ വഴക്ക് പറയോ? എന്ത് സ്റ്റെപ്പ് ഒന്നും എഴുതിയില്ല? സ്റ്റെപ്പ് എഴുതും. ഒരു തവണ എനിക്ക് മുഴുവൻ കട്ട് ചെയ്യണമായിരുന്നു, കാരണം ഞാൻ സ്റ്റെപ്പ് ചെയ്തില്ലായിരുന്നു. എന്നിട്ട് 0 മാർക്ക് വന്നോ? ഇല്ല, ഞാൻ വീണ്ടും എഴുതി. ഓക്കെ. യെസ്,
അപ്പോൾ മാധവ് വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലെ, എങ്ങനെയാണ് മാം ചെറുപ്പത്തിലെ മാത്സിൽ ടാലന്റഡ് ആയി എങ്ങനെയായിരുന്നു? ഇതൊരു നേർച്ചേർഡ് ആണോ അതല്ല എന്താണ് മാമിന് ഫീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് മാത്സ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്. ഹസ്ബൻഡിന് സയൻസ് ആണ്. രണ്ടാളുടെയും ജീന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ചെറുപ്പത്തിലെ മാത്സ് ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ കുറെ ചെയ്യും. ഒരു സെൽഫ് ലേണിംഗ് എന്നുള്ളത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അവൻ പറഞ്ഞതിനോട് അല്ലെ, യൂട്യൂബ് നോക്കിയിട്ട് ഫസ്റ്റ് കിട്ടുന്ന വീഡിയോ തന്നെ അല്ലെ, ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഒക്കെ അങ്ങനെയാണ് പഠിച്ചത് എന്ന് പറഞ്ഞു, റൈറ്റ്? യെസ്. പിന്നെ സയൻസും ഇഷ്ടമാണ്? സയൻസ് ഇഷ്ടമാണ്, പക്ഷെ അത്രയും മാത്സിന് അത്ര ഇഷ്ടമല്ല. ഓക്കെ. എന്താണ് മാധവന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്തെല്ലാം ഒന്ന് പറയാമോ? ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആവണം. അപ്പൊ മാത്സ് അല്ല ഫിസിക്സിലോട്ട് പോകണം എന്നാണ്? അല്ല, കാൽക്കുലേഷൻ എനിക്ക് കുറച്ചും കൂടെ വേഗം ചെയ്യാൻ പറ്റും, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് പോകുന്നത്. അപ്പൊ ആസ്ട്രോഫിസിസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇന്ന കാര്യമൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടോ? എന്താണ് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? അങ്ങനൊന്നുമില്ല, നമുക്കൊന്ന് പോയി നോക്കാന്നുള്ളു. ഒരു നാസയിലൊക്കെ പോകണം, അങ്ങനൊക്കെ. നാസയിൽ പോകണം? IS നമുക്ക് ഇന്ത്യ വിട്ടുള്ള കളിയില്ല അല്ലെ, നമുക്ക് ഇന്ത്യയാണ് ആവശ്യം. ഇന്ത്യയാണ്, ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ എന്താണ് പ്രധാനപ്പെട്ട അല്ലെ. നമുക്ക് അമേരിക്കയിലൊന്നും വേണ്ട, നമുക്ക് ഇന്ത്യ വലുതാക്കിയാൽ മതി. അപ്പൊ ഭാവിയിൽ ഇസ്രോയിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, ബ്രില്യൻറ്റ്. അപ്പൊ അതിനെന്തൊക്കെയാണ് മാധവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോ? ഇപ്പൊ ഞാൻ അത്രയും പ്ലാൻ ചെയ്തിട്ടില്ല ഹെഡില്. ഇപ്പൊ നമുക്ക് മാത്സ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം അല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പൊ മാത്സ് ചെയ്തോണ്ടിരുന്ന സ്വാഭാവികമായിട്ടും മാധവ് എക്സാൻവയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലോട്ട് മാധവ് എങ്ങനെ എത്തിയത്? എക്സാൻവെന്ന് വെച്ചാൽ ആദ്യം അമ്മേന്റെ ഫോണിൽ എങ്ങനെ ഒരു മെസ്സേജ് വന്നു, NMTC അത് പ്രിൻസിപ്പൽ മെസ്സേജ് അയച്ചിരുന്നു, സ്കൂൾ ഗ്രൂപ്പിൽ വന്നിരുന്നു. ഓക്കെ ഓക്കെ. അങ്ങനെ അത് അറ്റൻഡ് ചെയ്തു. NSMC എഴുതി, നമ്മുടെ നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് എഴുതി. അതില് ഞാൻ എഴുതി, എന്നിട്ട് എനിക്ക് സെക്കൻഡ് കിട്ടിയപ്പോഴാണ് അപ്പൊ എല്ലാം ഫ്രീ ആയിട്ട് എക്സാൻവയിൽ ഫ്രീ ആയിട്ട് ചേർത്തല്ലേ? അത്രയും മിടുക്കനാണ്. സെക്കൻഡാ കിട്ടിയത് NSMCയില്? അപ്പൊ ഫസ്റ്റ് കിട്ടിയാളെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നിങ്ങളൊന്ന് ഒരുമിച്ച് കൊണ്ടുവരാണ്ട് തോന്നുന്നുണ്ട്. യെസ്, രണ്ട് മിടുക്കന്മാർ ആരൊക്കെയാന്നുള്ളത്, റൈറ്റ്? പിന്നെ എങ്ങനെയുണ്ട് എക്സാൻവയില്? മെന്ററൊക്കെ വിളിക്കാറുണ്ടോ? നല്ല സപ്പോർട്ടാ, പക്ഷേ ക്ലാസ് വെക്കാൻ സമയമില്ല. എന്താ? നല്ലോണം അഡിക്റ്റ് ആണ് ഗെയിം. അഡിക്റ്റ് ഒന്നല്ല, ഇതൊക്കെ ചെയ്യുന്നില്ല, അതിന്റെ ഇടയിലല്ലേ ചെയ്യുന്നത്. കുഴപ്പമില്ല. ഏത് ഗെയിം കളിക്കാറ്? റോഡ് ബ്ലോക്സ് കളിക്കാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, റൈറ്റ്. സാരല്ല, നമുക്ക് കുറച്ചൊക്കെ ഗെയിം കളിക്കാം അല്ലെ? അതിന്റെ കൂടെ നമ്മൾ എന്തായാലും മാത്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ ഗെയിം കളിക്കുന്ന കാരണം ക്ലാസ് കാണാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളത് അത് കുറച്ച് മോശമല്ലേ മാധവ്? അത് നമുക്ക് ശരിയാക്കണം. അത് കാണരുതെന്ന് പറഞ്ഞാൽ പിന്നെ ദേഷ്യാവും. നല്ല കുട്ടിയാ, കുഴപ്പമൊന്നുമില്ല അല്ലേ? യെസ്, ഓക്കെ. എന്നാലും അമ്മ പറഞ്ഞല്ലോ കുറച്ച് നമുക്ക് ഗെയിം കളിക്കുന്ന ഒന്ന് കുറച്ചാല് നമ്മുടെ ISR ഒക്കെ വലിയൊരു ആസ്ട്രോഫിസിസ്റ്റിനെ വേണ്ട നമുക്ക്. കുറച്ച് നല്ല ആസ്ട്രോഫിസിസ്റ്റിനെ വേണം അല്ലേ? കുറച്ചും കൂടെ ഒക്കെ സയൻസ് കൂടെ ഒക്കെ എടുത്ത്. സയൻസ് പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? മടിയോ? ഒന്ന് വായിക്കാനോ? അതായത് മാത്സ് പ്രോബ്ലം തന്നെ നമ്മൾ ചെയ്യും അല്ലേ, വായിക്കാൻ നമുക്ക് മടിയാണ്. അതൊന്ന് കുറച്ച് മാറ്റണ്ടേ? അതൊന്ന് മാറ്റാം. നമുക്ക് ആ ഗെയിം കളിക്കുന്ന മേ ബി ഒരു ഡെയിലി ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് വായിച്ച് തുടങ്ങിക്കൂടാ നമുക്ക്? നല്ലൊരു പുസ്തകം, നല്ലൊരു പുസ്തകം ഞാൻ വാങ്ങി തരട്ടെ? ഏത് പുസ്തകമാണ് വായിക്കുക? ഏതെങ്കിലും പുസ്തകം സജഷൻ ഉണ്ടോ വായിക്കണം എന്ന് ആഗ്രഹമുള്ള? ഞാനിവിടെ ഫിസിക്സ് വായിക്കാൻ പറഞ്ഞപ്പോൾ കോമിക്സ് വായിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, അറിയില്ല? ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. സ്റ്റീഫൻ ഹോക്കിങ്സ് കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്സ് വലിയൊരു സയന്റിസ്റ്റ്. അന്ന് പോയി യൂട്യൂബിൽ സെർച്ച് ചെയ്യണം. അദ്ദേഹം ഒരു മോട്ടോർ ന്യൂറോൺ ഡിസീസ് ഒക്കെ ബാധിച്ച് ആളുടെ കയ്യും കാലൊക്കെ കുഴഞ്ഞു പോയി, ഇപ്പടുത്ത് മരണപ്പെട്ടു പോയി. ഓക്കെ. പക്ഷെ ആളാ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേൾഡില് ഈ പറഞ്ഞ ആസ്ട്രോഫിസിക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ നല്ല രസമുള്ള ഒരു പുസ്തകമാണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അപ്പൊ നമ്മുടെ ഈ ആസ്ട്രോഫിസിക്സിനെ കുറിച്ച്, നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ച് എഴുതിയൊരു പുസ്തകം. ഓക്കെ, ഞാൻ ഒന്ന് വാങ്ങിച്ച് ഇങ്ങോട്ട് തരും. ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത ദിവസം തന്നെ, ഇന്നെന്റെ കയ്യിലില്ല, അടുത്ത ദിവസം നമ്മളൊന്ന്
നമ്മൾ 5th സ്റ്റുഡന്റ് പ്രീവിയസ് ടൈം അല്ല, പക്ഷെ വായിക്കണം. വായിച്ച് കൂടി എനിക്ക് തോന്നുന്നത് സാറിന് ഇൻഫോം ചെയ്യണം, കുഞ്ഞു വായിച്ചു കഴിഞ്ഞു എന്ന് പറയണം. മാധവ് വായിക്കുക കൂടി ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ലൈക്ക് യു വിൽ ബിക്കം അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. ഓക്കെ, ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടോ 6th? കുറച്ച് മുഴുവൻ മഞ്ഞ കളറാ എല്ലാത്തിന്റെ നേരെ, മാധവിന്റെ നേരെ എല്ലാ കളങ്ങളും മാധവിന് അതൊക്കെ ബോറിംഗ് ആണ് നമ്മുടെ 6th ക്ലാസ്. അപ്പൊ നമ്മളിപ്പോ എക്സാം ചെയ്യും, എക്സാം അത്രയും ചെയ്യും, ക്ലാസ് എടുക്കാൻ മടിയാണ്, എക്സാം ചെയ്യും. ഓക്കെ, അപ്പൊ എനിക്കൊന്ന് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് തരാം. നമുക്ക് ഇനി നേരെ നമുക്ക് IOQM പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ നമ്മുടെ ആ ബാച്ചിലോട്ട് എന്ത് ചെയ്യാം, റൈറ്റ്? അത് കേൾക്കണം. ഞാൻ ചോദിക്കും, ആരാ മെൻഡർ? ആരാ? നിതാ മിസ് ഇടക്കിടക്ക് വിളിക്കും. ശല്യപ്പെടുത്താറുണ്ടോ? ശല്യൊന്നുമില്ല. അമ്മയെ വിളിക്കണേ, മോനോട് ക്ലാസ് കേൾക്കാൻ പരീക്ഷ എഴുതാൻ പറയാന്ന് വെച്ചിട്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടേം എക്സാം? മുഴുവൻ നല്ല ഈസി ആയിരുന്നു. മാർക്ക് എവിടെയാ പോയെന്ന് എനിക്കറിയില്ല. മാർക്ക് പോയോ? വന്നോ? റിസൾട്ട് അല്ലേ, ഞാൻ സബ്മിറ്റ് ചെയ്തപ്പോ അറിയില്ല, എക്സാം സബ്മിറ്റ് ചെയ്തപ്പോ കറക്റ്റ് എന്നെ, റോങ് എന്നെ, അത് കഴിഞ്ഞിട്ട് അൺആൻസേർഡ് എന്നെ ആയിട്ട് വന്നു. അത് നമ്മൾ പബ്ലിഷ് ചെയ്യാത്തോണ്ട് കേട്ടോ, അത് സ്കോർ നമുക്ക് അറിയിക്കാം. എന്നിട്ട് എന്നോട് പറഞ്ഞു എന്തോ പറ്റിയിട്ടുണ്ടമ്മയോ, ഞാൻ മാർക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമുക്കുള്ള ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ കുറച്ച് വായിക്കണം, റൈറ്റ്? ഗെയിം മേ ബി ഒരു 10 മിനിറ്റ് കുറച്ചിട്ട് ആ 10 മിനിറ്റ് നമ്മളൊന്ന് വായിച്ചാൽ ലൈക്ക് ഐ തിങ്ക് ഇറ്റ് വിൽ ബി റിയലി ഗുഡ് ഫോർ യു. ഓക്കെ, അപ്പൊ നമുക്ക് ISROയിൽ ആസ്ട്രോഫിസിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകണം അല്ലേ? പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രഹമൊക്കെ, ഒരു എന്തെങ്കിലും പ്ലാനറ്റ് ഒക്കെ കണ്ടുപിടിച്ച് മാധവന്റെ പേരൊക്കെ ഇടാം. യെസ്, ഓക്കെ. വേറെ എന്തൊക്കെയാണ് മാധവന്റെ ഹോബീസ്? എന്തിന്റെ ടൂർണമെന്റിനാ പോവാറ്? ചെസ് ഇഷ്ടമാണ്. അയ്യോ, ചെസ്സാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം അല്ലേ? ചെസ് എന്താ ടൂർണമെന്റ്സിലൊക്കെ കളിക്കാറുണ്ടോ? ഡിസ്ട്രിക്ട് ഒക്കെ കഴിഞ്ഞോ? ട്വൽത്ത് പൊസിഷനേ ഉള്ളൂ. അണ്ടർ 14 ഇപ്പൊ കളിച്ചത്. ഇവിടെ റൂക്സ് ആൻഡ് റൂട്ട്സിൽ കളിച്ചത് ഏതാ? ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ ആവാൻ താല്പര്യമുണ്ടോ? ഇല്ല, അതിന് പഠിക്കണ്ടേ? അത് ഗ്രാൻഡ് മാസ്റ്റർ കേട്ടിട്ടില്ലേ? ഗ്രാൻഡ് മാസ്റ്റർ ആവാം, പക്ഷെ ഒരുപാട് സമയം ഇങ്ങനെ ഓപ്പണിങ്സ് പഠിക്കണം. ഒരു മൂവ് കളിച്ചാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ബെസ്റ്റ് അതൊക്കെ നന്നായിട്ട് പഠിക്കണം. ഒരുപാട് നമുക്കൊരു ഹോബി ആയിട്ട് മതി അല്ലേ? ഫുൾ ടൈം അതിലോട്ട് വേണ്ട എന്നുള്ളത്. യെസ്, ഓക്കെ. എന്താണ്, ഫാദർ ആണോ മദർ ആണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യാറ്? അമ്മയാണ്. അച്ഛന് സമയം കിട്ടാറില്ലേ? അച്ഛൻ ഓർത്തോഡോണ്ടിസ്റ്റ് ആന്ന് പറഞ്ഞല്ലേ, ഡെന്റിസ്റ്റ്? അച്ഛന് സമയം കിട്ടാറില്ലേ? രാത്രിയാണെന്ന് അമ്മ അതിന് കുറച്ച് മുമ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ രണ്ടാളും നല്ല കട്ടക്ക് സപ്പോർട്ടാണ് അല്ലേ? റൈറ്റ്, യെസ്. പിന്നെ വേറെ ആരൊക്കെയാ വീട്ടിലുള്ളത്? ഒരു സിബ്ലിംഗ് ഉണ്ട്. സിബ്ലിംഗ്. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി ഇപ്പൊ എക്സാമിന് പഠിക്കാണ്. നാളെ മലയാളം ഉണ്ടെന്ന്. കാരണം R3 ഇൻട്രൊഡ്യൂസ് ഇല്ലേ? ലാംഗ്വേജ് മലയാളം പഠിച്ചിട്ടില്ല ഇവര്, വേറെ ലാംഗ്വേജ്. ഏത് ക്ലാസ്സിലാണ്? 9th-ലാണ്. മറ്റേ NSMCയുടെ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം NSMC എഴുതണം. ഇത്തവണ NSMC എഴുതിയിട്ട് നമുക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങണം അല്ലേ? അത് വാങ്ങണം. കഴിഞ്ഞ തവണ സെക്കൻഡ് ആയിരുന്നു, ഇത്തവണ നമുക്ക് ഫസ്റ്റ് തന്നെ വാങ്ങണം. യെസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മാധവ് ഇതേപോലെ ഇതേ ക്യൂരിയോസിറ്റി, നമ്മളോട് സംസാരിച്ചപ്പോൾ ക്യൂരിയോസിറ്റി, നമുക്ക് എന്താ പറയാനുള്ളത് മാധവന്റെ ഒരു എന്താ പറയാ, തീർച്ചയായിട്ടും വളരെ ഹമ്പിൾ ആണ് അവൻ, വളരെ സിമ്പിൾ ആണ്, അതേപോലെ വളരെ ജെന്യൂൻ ആണ്. ആ ജെന്യൂനിറ്റി, ആ ക്യൂരിയോസിറ്റി ഒക്കെ എനിക്ക് തോന്നുന്നു റൈറ്റ്, അത് ലൈഫ് ലോങ് എന്ത് ചെയ്യുക, നിലനിർത്തുക. ആകെ എനിക്ക് ഒറ്റ അഡ്വൈസ് തന്നിട്ടുള്ളത്, പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് വായിക്കുക, എന്നിട്ട് ഈ മാത്സ് പഠിക്കുന്നത് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന AI, ഇതിന്റെ എല്ലാത്തിനും പിന്നിൽ എന്താണ്? അൾട്ടിമേറ്റ്ലി മാത്തമാറ്റിക്സ് ആണുള്ളത്. എനിക്ക് മാത്തമാറ്റിക്സ് മാധവന്റെ അത്ര അല്ലെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. മാത്സ് ഒരുപാട് ഇപ്പോഴും പഠിക്കാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. മാത്സ് ആണ് നമ്മുടെ ലോകത്തെ തന്നെ അല്ലേ നിലനിർത്തുന്ന, റൈറ്റ്, നമ്മുടെ ലോകത്തെ ഡ്രൈവ് ചെയ്യുന്ന ഒരു സംഭവം ആക്ച്വലി മാത്തമാറ്റിക്സ് ആണ്. ഈ AI ഇതിന്റെ എല്ലാം പിന്നിൽ ഫുൾ മെട്രിസസ് എന്ന് കേട്ടിട്ടുണ്ടോ? മെട്രിക്സ് ഡിറ്റർമിനൻസിൽ അവിടെ എത്തിയിട്ടില്ല അല്ലേ? അതായത് നമ്മുടെ ChatGPT ഉപയോഗിക്കാറില്ലേ? ChatGPTയുടെ പിന്നിൽ there are lakhs of മെട്രിസസ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിലെ ഒരു കൺസെപ്റ്റ് ആണ് ഇതിന്റെ പിന്നിലുള്ളത്. ChatGPT വർക്ക് ചെയ്യാനുള്ള റീസൺ
മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം. മാട്രിക്സ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കുഞ്ഞു ഇതാണ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, എന്താണെന്നറിയില്ല. എന്താണെന്നറിയില്ല. ഓക്കെ, അപ്പം മേ ബി ഇന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു സംഭവം അതാണ് ഈ ChatGPT ഒക്കെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അതിൽ ഇതൊക്കെ എന്തായിരിക്കും എന്നെ കൂടുതൽ ക്യൂരിയസ് ആക്കും. എവിടെ പഠിക്കണം എന്നാണ് ആഗ്രഹം? ഇന്നൊരു ക്യാമ്പസിൽ പോയി പഠിക്കണം എന്ന ഒരു ആഗ്രഹം അങ്ങനെ എഞ്ചിനീയറിംഗ് IIT പോകണം. പക്ഷെ എഞ്ചിനീയറിംഗ് ലക്ഷ്യമില്ല, എഞ്ചിനീയറിംഗ് ഇല്ല. ഫിസിക്സ് പഠിച്ചാൽ മതിയല്ലോ. അതെ, ഫിസിക്സ് ആണ്. നമുക്കൊരു IIT കാൺപൂരിലും അതേപോലെ IIT മദ്രാസിലും ഒക്കെ MS BS ഫിസിക്സ് ഉണ്ട്, ഫിസിക്സ് പ്രോഗ്രാംസ് ഉണ്ട്. ഇത് പഠിക്കാം. ഓക്കെ, അത് പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഫിസിക്സ് നല്ല നല്ല സബ്ജക്റ്റാണ്. അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും പഠിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കൊൽക്കത്ത ഉണ്ട്, അതേപോലെ തന്നെ ബാംഗ്ലൂർ ഉണ്ട്. അവിടെ BMath എന്ന് പറയുന്നത്. അതേപോലെ CMI ഉണ്ട്, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെയും ഇതേപോലെ മാത്സ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ മേ ബി ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് എന്ത് ചെയ്യുക, മാത്സ് പെർസ്യൂ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഞാൻ പറയുന്നത് ഒരു PG ഒക്കെ ആകുമ്പോൾ ഇന്ത്യയിൽ നിൽക്കാതെ മേ ബി നല്ല MIT-ലോ സ്റ്റാൻഫോർഡിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒളിമ്പ്യാഡിലൊക്കെ നല്ല സ്കോർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നല്ല മാത്തമാറ്റീഷ്യൻ എന്താവുക. ഫീൽഡ് മെഡൽ എന്ന് പറഞ്ഞൊരു മാത്തമാറ്റിക്കൽ ഒരു അവാർഡ് ഉണ്ട്. അതൊക്കെ നേടാൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം കേട്ടോ. ഏബൽ പ്രൈസും വലിയ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് തന്നെയാണ്. ഓക്കെ, ഒരു മലയാളി, മലയാളി അല്ല, ഒരു ഇന്ത്യക്കാരനുണ്ട് ഈ ഫീൽഡ് മെഡൽ നേടിയിട്ടുള്ള. അടുത്ത് ഞാൻ IIT മദ്രാസിലാണ് പഠിച്ചത്. IIT മദ്രാസിലെ ഞങ്ങളെ ഗ്രാജുവേഷന് ഗസ്റ്റ് ആയിട്ട് വന്ന ഇതേപോലെ ഒരു മെഡലിസ്റ്റ് ആയിരുന്നു. പുള്ളിയുടെ പേര് മഞ്ജുൾ ഭാർഗവ. കേട്ടിട്ടുണ്ടോന്നല്ല, യങ് മാത്തമാറ്റീഷ്യനാണ്, ഇന്ത്യയിൽ നിന്നുള്ള, ഇപ്പൊ US-ലുള്ളത് ആള്. അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതേപോലെയൊക്കെ നമുക്ക് മാത്സിൽ ഏറ്റവും ബെസ്റ്റിൽ എത്തട്ടെ. അപ്പൊ എന്തായാലും വിഷിങ് യു ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻസ്. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലാസ്സിലൊക്കെ ഒന്ന് കയറണം. അപ്പൊ അതിനുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ മാധവന്റെ സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞത്.